ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള ഭാഗങ്ങൾ, ഓരോ കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ടോപ്പിക്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെല്ലാം വാരി വലിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവാതെ വരും. ഞാൻ ഉദ്ദേശിക്കുന്നത് തുടക്കക്കാരുടെ കാര്യമാണ് കേട്ടോ. ചിലപ്പോൾ തുടക്കക്കാർക്ക് ഒരു ഐഡിയ ഇല്ലാത്തവർ, ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് അവരുദ്ദേശിച്ചാണ് ഞാൻ മെയിനായിട്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ചെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു 3 ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാനും പഠിച്ചു പോവുക. അതാണ് എൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തുടക്കക്കാരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അവർക്കിത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കഴിഞ്ഞ തൊട്ട് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൈക്കൊണ്ടിട്ടുള്ള വ്യവസ്ഥകൾ ഏതൊക്കെയാണ്, അതല്ലേ നമ്മൾ പറഞ്ഞത്. അതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആമുഖം ചർച്ച ചെയ്തിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ആമുഖം ആദ്യമായിട്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മുടെ രാഷ്ട്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ അല്ലേ. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, നമ്മുടെ രാജ്യം സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാധികാര സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ആ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇതിൽ നമ്മൾ ആദ്യം ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വരുമ്പോൾ, ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇതിൽ മെയിനായിട്ടും സോവറിൻ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ള വാക്കാണ് ഉണ്ടായിരുന്നത്. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന ഒരു വേർഡ് ഇല്ലായിരുന്നു. സോവറിൻ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, അതായത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി ഇതൊക്കെ കൂട്ടിച്ചേർത്തത്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി. അപ്പോൾ ഇതെങ്ങനെയാണ് കൂട്ടിച്ചേർത്തത്? തീർച്ചയായിട്ടും ഭരണഘടനാ അമെൻമെൻറ്റ് വഴിയാണ് അല്ലേ. അപ്പോൾ 42ാം ഭേദഗതി വഴി 1976 അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. പ്രധാനമന്ത്രിയായിരുന്ന ടൈമിൽ ഭരണഘടന അമെൻമെൻറ്റ് വഴി 42ാം ഭേദഗതി വഴി ചേർക്കപ്പെട്ട വാക്കുകളാണ് ആമുഖത്തോട് ചേർത്ത ആമുഖത്തിൽ നമ്മുടെ രാഷ്ട്രത്തെ വിശേഷിപ്പിക്കുന്നിടത്ത് ചേർത്ത 3 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി. ഒരു യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ യൂണിറ്റിയുടെ സ്ഥാനത്ത് ഇൻറ്റഗ്രിറ്റി എന്ന് ചേർത്തു. അപ്പോൾ ഇത് മെയിനായിട്ടും ഇത് ഓർത്തിരിക്കണം. ഈ 42ാമത്തെ ഭേദഗതി, 42ാം ഭേദഗതി 1976 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 കേസുകൾ, നമ്മുടെ ബറൂബാരി കേസും അതുപോലെ തന്നെ കേശവാനന്ദ ഭാരതി കേസും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ബറൂബാരി കേസ് എന്ന് പറയുന്ന ആ കേസിൽ പറയുന്ന ഒരു പ്രസ്താവന എന്ന് പറയുന്നത്, ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല, അതുകൊണ്ട് ആമുഖത്തിൽ തിരുത്തലുകളൊന്നും വരുത്താൻ പറ്റില്ല, ആമുഖത്തെ അമെൻഡ് ചെയ്യാൻ പറ്റില്ല, ആമുഖത്തിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു വിധിയാണ് ഇത്, ആ ബറൂബാരി കേസ്. ഒന്നുകൂടെ പറയാം, ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗമല്ലെന്നും
അതുകൊണ്ട് ആമുഖത്തിൽ അമെൻമെൻറ്റ്സ് ആമുഖത്തിന് അതിൽ തിരുത്തലുകൾ വരുത്താനായിട്ട് പറ്റില്ല, ആമുഖത്തെ മാറ്റാൻ പറ്റില്ല, മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കേസാണ് ബറൂവാരി കേസ് 1960. അപ്പോൾ അതിന് ശേഷം വന്ന ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസിൽ എന്താണ് പറയുന്നത്? കേശവാനന്ദ ഭാരതി കേസിൽ പറയുന്നത് ആമുഖവും ഭരണഘടനയുടെ ഭാഗമാണ്, ആമുഖവും ഭരണഘടനയുടെ ഭാഗമാണെന്നും അതുകൊണ്ട് തന്നെ ആമുഖത്തിൽ എന്ത് വരുത്താം? ആമുഖത്തിൽ മാറ്റങ്ങൾ വരുത്താം, ഭേദഗതി വരുത്താം. 368 വകുപ്പ് പ്രകാരം ആമുഖത്തെ ഭേദഗതി വരുത്താം. ആമുഖം അമെൻമെൻറ്റ്സ് ആമുഖത്തിലെ മാറ്റങ്ങൾ, ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റങ്ങൾ വരുത്താം, ഭേദഗതി ചെയ്യാം എന്ന് പറഞ്ഞൊരു കേസാണ് ഏത്? കേശവാനന്ദ ഭാരതി കേസ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ? 2 കേസുകൾ, ബറൂവാരി കേസും അതുപോലെ തന്നെ കേശവാനന്ദ ഭാരതി കേസും. അപ്പോൾ ബറൂവാരി കേസിൽ എന്താ പറയുന്നത്? ബറൂവാരി കേസ് എന്താണ്? 1960 അല്ലേ? ബറൂവാരി കേസിൽ പറയുന്നത് ഭരണഘടനയുടെ ഭാഗമായിട്ട് ആമുഖത്തെ കണക്കാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആമുഖത്തിനെ ഭേദഗതി ചെയ്യാൻ സാധിക്കില്ല, അമെൻമെൻറ്റ്സ് വരുത്താൻ സാധിക്കില്ല എന്ന് പറയുന്ന കേസാണ് ബറൂവാരി കേസ്. പിന്നീട് 13 വർഷത്തിന് ശേഷം വന്നൊരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അതിൽ പറയുന്നത് ആമുഖവും ഭരണഘടനയുടെ ഭാഗമാണ്, അതുകൊണ്ട് നമുക്ക് ആമുഖത്തെ ഭേദഗതി ചെയ്യാം, അങ്ങനെ പറയുന്നതാണ് കേശവാനന്ദ ഭാരതി കേസ്. അപ്പോൾ ഈ 1973 കേശവാനന്ദ ഭാരതി കേസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 1976 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ഈ 42ാം ഭേദഗതി കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ആമുഖത്തിലെ ഈ വാക്കുകൾ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന വാക്ക് കൂട്ടിച്ചേർക്കുന്നത്, ഇൻ്റഗ്രിറ്റി എന്ന വാക്കുകൾ ആമുഖത്തോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത്, നമ്മുടെ രാഷ്ട്രത്തെ വിശേഷിപ്പിക്കുന്നിടത്ത് കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ അത് ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ആമുഖത്തിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങളൊന്ന് നോക്കിയാലോ. ആമുഖത്തെ എങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്, ആരൊക്കെ എങ്ങനെയൊക്കെയാണ് ആമുഖത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? KM മുൻഷി. KM മുൻഷി. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു മെമ്പർ കൂടിയായിരുന്നു ആര്? KM മുൻഷി. അപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷി. KM മുൻഷി, രാഷ്ട്രീയ ജാതകം. ഇനി ഭരണഘടനയുടെ ആത്മാവ് താക്കൂർദാസ് ഭാർഗവ. ഇത് ഓർത്തിരിക്കാനായിട്ട് ഈ ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ ഭാർഗവി എന്നൊക്കെ ഉള്ള സിനിമ അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്തത്. അപ്പോൾ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? താക്കൂർദാസ് ഭാർഗവ. ഇനി ഭരണഘടനയുടെ രത്നച്ചുരുക്കം, കീനോട്ട്. അപ്പോൾ കീനോട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ രത്നച്ചുരുക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് ബാർക്കർ. ഇനി ഐഡൻറ്റിറ്റി കാർഡ്, ഭരണഘടനയുടെ ഐഡൻറ്റിറ്റി കാർഡാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? NA പൽക്കിവാല. അപ്പോൾ ഐഡൻറ്റിറ്റി കാർഡാണ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, എൻ്റെ ഐഡൻറ്റിറ്റി. അപ്പോൾ NA പൽക്കിവാല. ഇനി ഭരണഘടനയുടെ ഹൃദയമാണ്. ഭരണഘടനയുടെ മൊത്തത്തിൽ ഭരണഘടന എന്താണെന്ന് ചുരുങ്ങിയ രീതിയിൽ, അല്ലെങ്കിൽ അത്രത്തോളം ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലേ ഹൃദയത്തോട്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഹൃദയം എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ഓർഗനാണോ, അതുപോലെ തന്നെ ഭരണഘടനയുടെ ഹൃദയമാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു തന്നെയല്ലേ ആമുഖത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ ആമുഖത്തിൻ്റെ ശില്പി എന്ന് പറയാൻ കാരണം? അദ്ദേഹമാണ് 1946 ഡിസംബർ 13
ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് അല്ലേ. അപ്പോൾ ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത്. അതുകൊണ്ടാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനെ ആമുഖത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.